10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പ്രലോഭനം എന്ന് പറയുന്ന പാഠത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ സഹകരണം ഈ പാഠത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരീക്ഷയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസും മക്കൾ കാണുക, വിലയിരുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രലോഭനം എടുക്കുന്നതിന് മുമ്പ് ആ യൂണിറ്റിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം അല്ലേ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്താലേ നമുക്ക് ആ പാഠത്തിലേക്ക് കടക്കാൻ പറ്റൂ. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര് അല്ലേ? സംഘർഷം എന്താണ്? പല സംഘർഷങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ട് കാണും അല്ലേ? ആളുകൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. അതാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല. പിന്നെയോ മാനസികമായ സംഘർഷങ്ങളെ സങ്കീർത്തനങ്ങളാക്കി മാറ്റുന്ന നല്ല പാട്ട്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളാണ്. സംഘർഷങ്ങളെ, ആത്മസംഘർഷങ്ങളെ സങ്കീർത്തനങ്ങളാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ കവികളും എഴുത്തുകാരുമായി മാറുന്നത്. അതാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. എന്താ? ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളുടെ അനിയന്ത്രിത പ്രവാഹമാണ് കവിത എന്ന് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതും ഇതേ ആശയമാണ്. എന്താ? നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ആ സംഘർഷങ്ങളെ സങ്കീർത്തനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് എന്താ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ മികവുറ്റ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അപ്പം നമുക്കിവിടെ നോക്കൂ. ഇവിടെ ഡോക്ടർ ഫൗസ്റ്റ് എന്ന് പറയുന്ന കൃതിയിൽ ഗൊയ്തെ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് കവിയായ ഗൊയ്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? കല എത്ര ദീർഘം സാധനാലഭ്യം, ആവൂ ജീവിതം എത്ര ഹ്രസ്വതരം. എന്താണ് സാധനാലഭ്യം എന്ന് പറഞ്ഞാൽ തപസ്സിലൂടെ നേടുന്നത്. കല എന്ന് പറയുന്നത് ദീർഘമാണ്, വളരെ കാലം നിലനിൽക്കുന്നതാണ്. അതൊരു തരം തപസ്സിന് തുല്യമായ ഏകാന്തതയിൽ നിന്നും ലഭിക്കുന്നതാണ് അല്ലേ? എല്ലാ കവികളും അതാ ഞാൻ പറഞ്ഞ ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുമ്പോഴാണ് വികാരങ്ങളുടെ അനിയന്ത്രിത പ്രവാഹമുണ്ടാകുന്നത്. ആ വികാരങ്ങളല്ലേ എന്താണ്? ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് അല്ലേ? ആ ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ആണ് യഥാർത്ഥത്തിൽ കവിത. ആ എന്താണ് ഏകാന്തതയിൽ ആ ഇമോഷൻസിൻ്റെ എന്താണ് തള്ളിക്കയറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിന് തപസ്സിന് തുല്യമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ മാറ്റണം. അതാണ് ഇവിടെ പറഞ്ഞത്. കല എന്ന് പറയുന്നത് വളരെ കാലം നിലനിൽക്കുന്നതും തപസ്സിന് തുല്യമായ ഏകാന്തതയിൽ നിന്നും ലഭിക്കുന്നതുമാണ് അല്ലേ? കല ദീർഘമാണോ? അല്ലേ? കഥകളി എന്ന് പറയുന്ന കല ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കഥകളി ഇന്നും നമ്മൾ കാണുന്നുവെങ്കിൽ കല ദീർഘം തന്നെയാണ്. എന്നാൽ കലാകാരന്മാരോ അവരുടെ ജീവിതമോ വളരെ ഹ്രസ്വതരമാണ്. തരം എന്ന വാക്കിന് വളരെ കുറഞ്ഞത്. തരം, തമം, തനം. നമ്മൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് പകരമായി മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുകളാണ് തനം, തമം, തരം. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതാണ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നതിന് പകരം മലയാളത്തിൽ പറയുന്ന വാക്കാണ് തമം, തനം, തരം. അപ്പോൾ ഹ്രസ്വതരം എന്ന് പറഞ്ഞാലോ വളരെ കുറച്ചുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞതാണ്. എന്നാൽ കല എന്ന് പറയുന്നത് ദീർഘമാണ്, വളരെ കാലം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല അതെന്തിനു തുല്യമാണ്? തപസ്സിന് തുല്യമായ മാനസികാവസ്ഥയിൽ നിന്നുമുണ്ടാകുന്ന ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഗൊയ്തെ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് പ്രലോഭനത്തിലേക്ക് പോകാനുള്ള സമയമായി അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? പ്രലോഭനത്തിലേക്ക് പോകുന്നു. പ്രലോഭനം എന്ന് പറയുന്നത് നളചരിതം എന്ന് പറയുന്ന ആട്ടക്കഥയിലെ 2ാം ദിവസത്തെ ഒരു ഭാഗമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ളത്. കഥ എന്താണ് നളചരിതം? അത് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന കവിയുടെ ലക്ഷണമൊത്ത ജനകീയമായ ആട്ടക്കഥയാണ് ഏതാ? നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. ഈ നളചരിതം എന്ന് പറയുന്ന കഥ മഹാഭാരതത്തിലൊരു കഥയാട്ടോ. മഹാഭാരതത്തിലെ ചെറിയൊരു കഥയാണ്. ചൂതുകളിയിൽ തോറ്റ് വനവാസത്തിന് പോയിരുന്ന പാണ്ഡവർക്ക് ആ വനത്തിൽ വെച്ച ബൃഹദ്വശൻ എന്ന് പറയുന്ന ഒരു മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നളൻ്റെ കഥ. ആ കഥയെ മുൻനിർത്തിയാണ് ഉണ്ണായി വാര്യർ 4 ദിവസം കൊണ്ട് ആടി തീർക്കാവുന്ന ഒരു ആട്ടക്കഥയ്ക്ക് രൂപം കൊടുത്തത്. ആ ആട്ടക്കഥയുടെ പേരാണ് നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. കഥ വളരെ രത്നചുരുക്കമാക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരാം. നിഷധ രാജ്യവും വിദർഭ രാജ്യവും തൊട്ടടുത്തടുത്ത രാജ്യങ്ങളായിരുന്നു.
ആ രാജ്യങ്ങൾ തമ്മിൽ കച്ചവട ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വിദർഭ രാജ്യത്തുള്ള ആളുകൾ നിഷധ രാജ്യത്ത് കച്ചവടത്തിന് വേണ്ടി വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയോ? വിദർഭയുടെ രാജകുമാരിയായ ദമയന്തിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു. അതുപോലെ തന്നെ നിഷധ രാജ്യത്തുള്ളവർ വിദർഭയിലെത്തുമ്പോൾ നളൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ നളനും ദമയന്തിയും പരസ്പരം അറിയുന്നു. എങ്ങനെ? പരസ്പരം കാണുക പോലും ചെയ്യുന്നതിന് മുമ്പേ അറിയുന്നു. അങ്ങനെ അവർക്കുള്ളിൽ ഒരു ഇഷ്ടമുണ്ടാകുന്നു. ആ ഇഷ്ടം വളർന്ന പ്രണയമായി മാറുന്നു. അങ്ങനെ ഇരിക്കെ ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിക്കുന്നു. സ്വയംവരമായിരുന്നു പണ്ടൊക്കെ വിവാഹം. സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ സ്വീകരിക്കുന്ന രീതിയാണ് സ്വയംവരം എന്ന് പറയുക, അല്ലേ? ഇന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വീകരിക്കാൻ പറ്റുമെന്ന്? ഈ കഴിഞ്ഞ ദിവസം പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ട വാർത്തയുണ്ടാകും, അല്ലേ? സ്വന്തം പിതാവ് അന്യമതസ്ഥനെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ വിഷം കൊടുത്തു കൊന്ന അതിക്രൂരവും പൈശാചികവുമായ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അന്ന് രാജകുമാരിമാർക്ക് ഇഷ്ടപ്പെട്ടവരെ സ്വീകരിക്കാവുന്ന ആ ഒരു സ്വീകരിക്കുന്ന ചടങ്ങിന് പറയുന്ന പേരാണ് സ്വയംവരം എന്ന് പറയുന്നത്. അങ്ങനെ ദമയന്തിയുടെ സ്വയംവരം തീരുമാനിച്ചപ്പോൾ നളനെത്തുന്നു. നളനോടൊപ്പം തന്നെ ദേവേന്ദ്രനൊക്കെ എത്തുന്നുണ്ട്. ദേവലോകത്ത് നിന്ന് ദേവേന്ദ്രൻ വരെ എത്തുന്നുണ്ട്. എന്നാൽ ദേവേന്ദ്രനെയൊക്കെ മറികടന്നുകൊണ്ട് നളനെയാണ് ദമയന്തി സ്വീകരിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹമൊക്കെ കഴിഞ്ഞ് ദേവേന്ദ്രൻ തിരിച്ച് ദേവലോകത്തേക്ക് മടങ്ങും വഴി അവിടെ വെച്ച് കലി, ദ്വാപരൻ എന്നീ രണ്ടുപേരെ കാണുന്നു. രണ്ടുപേരും ആത്മമിത്രങ്ങളാണ്, കലിയും ദ്വാപരനും. രണ്ടും ദുഷ്ടശക്തികളാണ്, സ്വാർത്ഥ ചിന്തയുള്ള ദുഷ്ടശക്തികളാണ്. അങ്ങനെ ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് പോകുമ്പോൾ കലിയും ദ്വാപരനും ഭൂമിയിലേക്ക് വരികയാണ്. ഇടയ്ക്ക് വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അവർ കണ്ടുമുട്ടുമ്പോൾ ദേവേന്ദ്രൻ ചോദിക്കുകയാണ്, ദേവേന്ദ്രൻ ചോദിക്കുകയാണ്, അല്ലയോ കലി, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ദേവേന്ദ്രൻ ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ പറയും, ഞാൻ ഭൂമിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ ദ്വാപരൻ പറയും, ഞാൻ ഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ ദമയന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം സ്വയംവരം നടക്കുന്നുണ്ട്. അവളെ കൂട്ടിക്കൊണ്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ കയ്യിൽ എനിക്ക് ഒരുപാട് സൈന്യവും ബലവും ഒക്കെ ഉള്ളത് കൊണ്ട് അവൾ എന്നെ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ദേവേന്ദ്രൻ പറയാണ്, നീ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് നീ ബണ്ട് കെട്ടി വെള്ളത്തെ നിർത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പം നീ ഭൂമിയിലേക്ക് പോകുന്നത്. കാരണം അവളെ ദമയന്തിയെ നളൻ എന്ന് പറയുന്ന പുരുഷ ശ്രേഷ്ഠനായ രാജാവ് കല്യാണം കഴിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ കലിയാകെ കുപിതനാകുന്നു. അദ്ദേഹം പറയുകയാണ് ദേവേന്ദ്രനോട്, നിങ്ങൾ ദേവന്മാരൊക്കെ അവിടെ പോയിട്ട് മനുഷ്യനെയാണോ അവൾ സ്വീകരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഭക്ഷണവും കഴിച്ച് പോകാം, നിങ്ങൾക്കത് നഷ്ടപ്പെട്ട് ദുഃഖം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ വെറുമൊരു മനുഷ്യനെ സ്വീകരിച്ച ദമയന്തിയോട് കടുത്ത വിരോധമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ പിണക്കി അകറ്റും, രാജ്യത്തു നിന്നും അവരെ അകറ്റും എന്ന് ശപഥം ചെയ്തുകൊണ്ട് അവിടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗം തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നുള്ളത് ഓർത്ത് വെക്കുക. നളനെയും ദമയന്തിയെയും ഇല്ലാതെയാക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? കലിയും ദ്വാപരനും ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഇവർ കൂട്ടുപിടിക്കുന്ന ആരെയാണെന്ന് അറിയുമോ? നളൻ്റെ സഹോദരനും വിഡ്ഢിയുമായ പുഷ്കരനെയാണ്. പുഷ്കരനെ കൂട്ടുപിടിച്ചുകൊണ്ട് നളനെയും ദമയന്തിയും ഇല്ലാതെയാക്കാൻ കലിദ്വാപരന്മാർ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് 2-ാം ദിവസത്തെ കഥയാണ്. 4 ദിവസം കൊണ്ട് ആടി തീർക്കാവുന്ന നളചരിതം അട്ടക്കഥയിലെ 2-ാമത്തെ ദിവസത്തെ കഥയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള നളചരിതം ആട്ടക്കഥയിലെ പ്രലോഭനം എന്ന ഭാഗം. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭിപ്പിക്കലാണ്, പ്രേരിപ്പിക്കലാണ്, അല്ലേ? എന്തെങ്കിലും ഒന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിനെയാണ് നമുക്ക് പ്രലോഭനം എന്ന് പറയുക, അല്ലേ? സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീണുകൊണ്ടാണ് ഔവ്വ എന്ത് ചെയ്തത്? പാപത്തിൻ്റെ പഴം ഭക്ഷിച്ചതും അത് തിന്നാൻ ആദത്തിനെ പ്രേരിപ്പിച്ചതൊക്കെ, അല്ലേ? പ്രലോഭനങ്ങളാണ്.
പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വീണു പോകാതിരിക്കാൻ ശ്രമിക്കുക. പ്രലോഭനങ്ങളുടെ ആ നീരാളിപ്പിടുത്തത്തിൽപ്പെടാതെ അച്ഛനമ്മമാരുടെ നല്ല കുഞ്ഞുങ്ങളായി, അധ്യാപകരുടെ നല്ല വിദ്യാർത്ഥികളായി, സമൂഹത്തിൻ്റെ നല്ല പൗരന്മാരായി എൻ്റെ കുഞ്ഞുങ്ങൾ വളരുക. പ്രലോഭനം എന്ന കവിതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2-ാം ദിവസത്തെ കഥയാണ്. അതിൽ കലിദ്വാപരന്മാർ ഭൂമിയിലേക്ക് എത്തുന്നതാണ് പാഠസന്ദർഭം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്നാൽ നമുക്ക് നോക്കാം. നോക്കൂ. കോപമത്സരവശം വധ കലിർദ്വാപരേണ സഹമേദിനീം ഗതഃ സ്വാപദേ സ്വയമചോദയജളം സ്വാപദേയഹരണായ പുഷ്കരൻ. ഏതാ നോക്കൂ നിങ്ങൾ. മാരതനാശി, ധന്യാസി, ചെമ്പട, ഇതൊക്കെ കഥകളി പദങ്ങളുടെ, കഥകളി സംഗീതത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളാണ് കേട്ടോ. അതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതല്ല. അത് പദം ചൊല്ലുന്ന സമയത്ത് അതേത് രാഗത്തിലാണെന്നും അതിനേത് താളമാണെന്നും ഒക്കെ എന്നതൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന മാരതനാശി, ധന്യാസി, ചെമ്പട താളമാണ് അതിൻ്റെ. അപ്പം കോപമത്സര വശം വധഃ എന്താണ്? കോപം, മത്സര ബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ടവൻ. കോപമത്സര വശംവദൻ, വശംവദനാവുക, അടിമപ്പെടുക, അതിൽ വീഴുക എന്നൊക്കെയല്ലേ അർത്ഥം. കോപം, മത്സരബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ട കലി ദ്വാപരേണ, ദ്വാപരനോട് കൂടെ, കൂടെ ദ്വാപരേണ സഹ, ദ്വാപരനോട് കൂടെ, മേദിനിയും ഗത, ഭൂമിയിലേക്ക്, മേദിനി ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പം എന്താണ്? ഇനിയോ സ്വാപദം, സ്വാപദേ സ്വന്തം നാശത്തിന് വേണ്ടി, സ്വന്തം നാശത്തിനായി, സ്വാപത്തെ സ്വയം അചോദയ ജലം, ജലം വിഡ്ഢിയാണ്. എന്താണ്? സ്വയം അചോദയ ജലം, സ്വാപതേ സ്വന്തം നാശത്തിന് വേണ്ടി വിഡ്ഢിയായ പുഷ്കരനെ സ്വാപതേയഹരൻ, സ്വാപതേയ അന്യൻ്റെ ധനം, ഹരണായ പുഷ്കരം അപഹരിക്കാൻ, പുഷ്കരനെ എന്നൊക്കെ അർത്ഥം. അപ്പം എന്താണ്? കോപം, മത്സരബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ട കലി ദ്വാപരനോട് കൂടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും സ്വന്തം നാശത്തിനു വേണ്ടി വിഡ്ഢിയായ പുഷ്കരനെ അന്യൻ്റെ ധനം അപഹരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ 4 വരിയുടെ ആശയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ സാറ് പറയുകയാണ്. കോപം, മത്സരബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ട കലി ദ്വാപരനോട് കൂടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും, പിന്നെയോ സ്വന്തം നാശത്തിന് വേണ്ടി വിഡ്ഢിയായ പുഷ്കരനെ അന്യൻ്റെ ധനം അപഹരിക്കുന്നതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പം പുഷ്കരനെ പ്രലോഭിപ്പിക്കാനാണ് മത്സരബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ട കലി ദ്വാപരനോട് കൂടെ ഭൂമിയിലെത്തിയത്. അത് കലിയുടെ തന്നെ നാശത്തിന് വേണ്ടിയാണ്, കലിയുടെയും പുഷ്കരൻ്റെയും നാശത്തിന് വേണ്ടിയാണ്, അല്ലാതെ നളൻ്റെ അല്ല. കലിയുടെ നാശത്തിന് വേണ്ടി തന്നെയാണ് കലി എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം വട്ടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെന്ന് നാശത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ വീഴുന്നവർ ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ, അല്ലേ? മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കലിയും പുഷ്കരനും. അപ്പോൾ നമുക്ക് ക്ലിയർ ആണോ മക്കൾക്ക്? കോപം, മത്സരബുദ്ധി ഇവയ്ക്ക് അടിമപ്പെട്ട കലി ദ്വാപരനോട് കൂടെ ഭൂമിയിൽ പ്രവേശിക്കുകയും സ്വന്തം നാശത്തിനു വേണ്ടി വിഡ്ഢിയായ പുഷ്കരനെ അന്യൻ്റെ ധനം അപഹരിക്കുന്നതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? ഇനി നോക്കൂ. അപ്പോൾ പുഷ്കരൻ അവരെ കണ്ടു. ഈ 2 പേർ കൊട്ടാരത്തിലേക്ക് വരികയും പുഷ്കരൻ്റെ അരികിൽ വരികയും ചെയ്തു. അപ്പോൾ അവരെ കണ്ടു. അവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, അരികിൽ വന്നു നിന്നതാരെന്തഭിമതം അഖിലമാശു ചൊൽക. എന്താണ് അരികിൽ വന്നു നിന്നത്? ആരാണ്? എന്താണ് അഭിമതം? അഭിമതം ആഗ്രഹം. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അഖിലമാശു,
മുഴുവനായും പെട്ടെന്ന് ചൊല്ലുക. നിങ്ങൾ ആരാണ് എൻ്റെ അരികിൽ വന്ന് നിന്ന്? പുഷ്കരന് അറിയില്ല ഇവരാരാണെന്നുള്ളത്. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എൻ്റെ അരികിൽ വന്ന് നിന്നത്? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അഖിലം മുഴുവനായും ഇപ്പോൾ തന്നെ എന്നോട് പെട്ടെന്ന് തന്നെ പറഞ്ഞാലും. അദ്ദേഹം വിഡ്ഢിയാണോ? പുഷ്കരൻ വിഡ്ഢിയാണോ? ഒരു അപരിചിതനോട് കാണുമ്പോൾ എങ്ങനെയാണോ പെരുമാറുക നമ്മൾ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖാണോ, എന്താ നിങ്ങൾക്ക് വേണ്ടത് മുഴുവനോട് പറയും, ഞാൻ ഇപ്പം തന്നെ സാധിപ്പിച്ചു തരാം എന്ന് പറയോ? ഇല്ല, നമ്മൾ പറയില്ല. അത് തന്നെയാണ് ഇവിടെ പുഷ്കരൻ വിഡ്ഢിയാണ് എന്ന് തുടക്കത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇനിയോ, അറികയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ട്, അഭിമുഖന്മാർ മുഖാമുഖം ഉള്ളവർ, മുഖാമുഖമുള്ളവർ അഭിമുഖന്മാരെ കണ്ട് മനതാരിലുണ്ടായ, മനതാര് മനസ്സാകുന്ന പൂവ്, മനസ്സാകുന്ന പൂവ് ഉണ്ടായി ഉന്മിഷിതം, ഉന്മേഷം, ഝടിതി, പെട്ടെന്ന്. എന്താണ്? അറിയുകയില്ലെങ്കിൽ, നിങ്ങൾ ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല എങ്കിലും അഭിമുഖന്മാരെ കണ്ട്, മുഖാമുഖം രണ്ടാളുകളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു ഉന്മേഷമുണ്ടായി. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുഷ്കരൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കൂ മക്കള്. എവിടേക്കോ എന്തൊക്കെയോ ഒരു സംതിങ് റോങ് ഉണ്ട്, അല്ലേ? ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയോ അപകർഷതാബോധമുണ്ട്. ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയോ തനിക്കൊന്നും നേടാൻ പറ്റാത്തതിൽ, താനൊന്നും അല്ലാതെയാകുന്നതിലൊക്കെയുള്ള ഒരു നിരാശയുള്ള കഥാപാത്രമാണ്. അതൊക്കെ ഇവിടെ പ്രകടമാണ്. കാരണം എന്താ? നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിയില്ലെങ്കിലും പെട്ടെന്ന് രണ്ടുപേരെ മുഖാമുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഉന്മേഷം പെട്ടെന്നുണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയണേ. എന്നിട്ടോ, ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്നു കാണും, അവർക്കു വേണ്ടും കാര്യം നളനും സാധിപ്പിക്കും, ദൂരത്തു നിന്നാരും വരികയില്ല നമ്മെ കാണാൻ. ധരണിയിൽ, ഭൂമിയിൽ, ധരണിയിലുള്ള പരീക്ഷ കൂട്ടമാണ്. ഭൂമിയിലെ കൂട്ടം നളനെ ചെന്ന് കാണും. ഭൂമിയിലുള്ള ആളുകളൊക്കെ നേരെ ചെന്ന് കാണാൻ പോകുന്ന ആരെയാണ്? നളനെയാണ്. അവർക്ക് വേണ്ട കാര്യം നളൻ സാധിപ്പിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നളൻ സാധിപ്പിച്ചു കൊടുക്കും. ദൂരത്ത് നിന്ന് വരികയില്ല ആരും നമ്മെ കാണാൻ. ദൂരത്തു നിന്ന് ഒരാൾ പോലും എന്നെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് മനസ്സിനുള്ളിൽ പെട്ടെന്നൊരു ഉന്മേഷം ഉണ്ടായത്. അതുകൊണ്ടാണ്. കാരണം തന്നെ കാണാനായി ദൂരെ നിന്ന് ഒരാളും വരാറില്ല. എല്ലാവരും വരുന്നത് ആരെയാണ്? ഭൂമിയിലുള്ള കൂട്ടം മുഴുവൻ നളനെയാണ് ചെന്ന് കാണുക. നളനാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കും. ദൂരെ നിന്ന് ആരും തന്നെ കാണാൻ വരികയില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനിയോ, എന്തുകൊണ്ടായിരിക്കാം നളനെ ഭൂമിയിലുള്ള കൂട്ടം മുഴുവൻ നളനെ ചെന്ന് കാണുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നളൻ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ. നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും. നമുക്കില്ല നാട്, നഗരം, കുട, ചാമരം. കുട വെൺകൊറ്റക്കുടയാണ്, ചാമരം വെൺചാമരമാണ്. ഇതൊക്കെ സിംഹാസനവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. സിംഹാസനം ആരുടേതാണ്? രാജാവിൻ്റേതാണ്, അല്ലേ? ആ രാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിന് അരികിലാണ് വെൺകൊറ്റക്കുടയും വെൺചാമരവും ഒക്കെ ഉണ്ടാകുന്നത്. നാടും നഗരവും സ്വന്തമായുള്ളത് രാജാവിനാണ്. ഈ വരിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഞാൻ രാജാവല്ല. അതുകൊണ്ടാണ് തന്നെ ആരും കാണാൻ വരാത്തത്. തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല. കാരണം ഞാൻ രാജാവേ അല്ല. എനിക്ക് നാടോ നഗരമോ വെൺകൊറ്റക്കുടയോ വെൺചാമരമോ ഒന്നുമില്ല. അമിത്രവീരന്മാരെ അമർക്കും വൻപടയും. അമിത്രവീരന്മാർ വലിയ ശത്രു സൈന്യം. അമിത്രൻ ശത്രുവാണ്, മിത്രമല്ലാത്തവൻ ശത്രുവാണ്. അമിത്ര വീരന്മാർ വീരന്മാരായ ശത്രു സൈന്യം. അവരെ അമർക്കുക, പരാജയപ്പെടുത്തുക. വൻപട, വൻ സൈന്യം.
എന്താണ്? എനിക്ക് നാടോ നഗരമോ വെൺകൊറ്റക്കുടയോ വെഞ്ചാമരമോ ഒന്നുമില്ല, ഞാൻ രാജാവല്ല. പിന്നെയോ എന്തുകൂടിയില്ല? അമിത്രവീരൻ വലിയ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താൻ പോന്ന ഒരു സൈന്യബലവും എനിക്കില്ല. ഈ ബലമൊക്കെ ഉണ്ടാകുന്ന ആർക്കാണ്? രാജാവിനാണ്. രാജാവിനാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ സൈന്യ സന്നാഹങ്ങളും ഉണ്ടാവുക രാജാവിനാ. അതുകൊണ്ട് താൻ ആരല്ല? രാജാവേ അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ബാഹുജൻ എന്നേയുള്ളൂ. ബാഹുജൻ ക്ഷത്രിയൻ. നമുക്കുള്ളു മുറ്റും തെളിഞ്ഞ്. എനിക്ക് ആകെ തെളിഞ്ഞിങ്ങനെ കാണാനുള്ളതെന്ന് മാത്രമാണ്. ക്ഷത്രിയൻ എന്നൊരു പേര് മാത്രമേ എനിക്കുള്ളൂ, അതല്ലാതെ എനിക്ക് എന്തില്ല? ഇവ പറഞ്ഞതൊന്നും എനിക്കില്ല. ഇവിടെയൊക്കെ കടുത്ത നിരാശയിലുള്ള കഥാപാത്രമാണ് പുഷ്കരൻ. നമുക്ക് ആരെയാണ് പെട്ടെന്ന് പ്രലോഭിപ്പിക്കാൻ കഴിയുക? പെട്ടെന്ന് നമുക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയുന്നത് ആരെയാണ്? മക്കൾ പറഞ്ഞ ആരെയാണ്? അതെ, നിരാശാബോധമുള്ള, മനസ്സിൽ നിരാശയുള്ളവന് മാത്രമേ നമുക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയൂ. ഒരു സാധനം കിട്ടില്ല എന്ന് പറയുന്നവനെ മാത്രമേ നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കാൻ കഴിയൂ. എൻ്റെ കുഞ്ഞുങ്ങളിപ്പം A+ കിട്ടില്ല എന്ന നിരാശയിലാണെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയാണ്, ഞാനിങ്ങനെ ഒരു പൂജ സംഘടിപ്പിക്കാം, ആ പൂജ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടും, അതിന് ഇത്ര പൈസ ചിലവുണ്ടെന്ന് പറഞ്ഞാൽ ചിലർ കൊടുക്കും. എന്തുകൊണ്ടാണ്? A+ കിട്ടില്ല എന്ന നിരാശയുണ്ട്. അത് കിട്ടാൻ വേണ്ടി എന്നും ചെയ്യുന്ന മാനസികാവസ്ഥയുമുണ്ട്. അങ്ങനെയുള്ള നിരാശയുള്ളിടത്ത് മാത്രമേ പ്രലോഭനങ്ങൾ നടക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണം കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയാം. കോഴിക്കോട് ജില്ലയിലൊരു പ്രദേശത്ത് ജ്യേഷ്ഠൻ ഗൾഫിൽ പോയി ഒരുപാട് ധനമൊക്കെ സമ്പാദിച്ച് വന്ന സമയത്ത് അനിയന് അത് വലിയ കടുത്ത നിരാശയായി. ജ്യേഷ്ഠൻ വലിയ വീട് വെക്കുന്നു, എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ അയാൾക്ക് മന്ത്രവാദത്തിലേക്കൊക്കെ ചെറിയൊരു ചായ്വ് വരികയാണ്. മന്ത്രവാദിയോട് ചോദിക്കുകയാണ്. മന്ത്രവാദി ഒരു മന്ത്രവാദിയെ ചെന്ന് കാണുന്നു. പെട്ടെന്ന് പണക്കാരനാവാനുള്ള വഴികൾ അന്വേഷിക്കുന്നു. അപ്പോൾ മന്ത്രവാദി അദ്ദേഹത്തോട് പറയുകയാണ്, പ്രിയമുള്ളവനെ, അങ്ങയുടെ പറമ്പിൽ മുൻകാലത്ത് ജീവിച്ചിരുന്ന ഏതോ വലിയ കുടുംബം കുറേ സ്വർണത്തിൻ്റെ ചേന രൂപത്തിലാക്കി മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെടുക്കാൻ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ അതെടുത്താൽ നിങ്ങൾ വലിയ കോടീശ്വരന്മാരാകും. ആ പൂജയ്ക്ക് 5 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയുന്നു. അങ്ങനെ പണം കിട്ടാനുള്ള വ്യഗ്രത കൊണ്ട്, പണക്കാരനാവാനുള്ള കൊതി കൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ വലുതായതിലുള്ള നിരാശയുള്ള അനുജൻ എന്ത് ചെയ്തു? 5 ലക്ഷം രൂപ കടമെടുത്തും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തും ആ മന്ത്രവാദിയെ കൊണ്ട് ആ പൂജ നടത്തിക്കുന്നു. മന്ത്രവാദി പണവും സ്വർണവുമായി കടന്നു കളയുന്നു. പിറ്റേന്ന് അവർ പറമ്പ് മുഴുവൻ കൊത്തിക്കിളയ്ക്കുന്നു. എന്നാൽ നട്ട സാധാ ചേന പോലും ആ മണ്ണിൽ നിന്നും കിട്ടിയില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? നിരാശയുള്ള മനസ്സിൽ നിന്ന് മാത്രമേ പ്രലോഭനങ്ങൾക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ കലി എന്ന് പറയുന്ന കഥാപാത്രം കടുത്ത നിരാശയിലാണ്. ആ കടുത്ത നിരാശ ഉള്ളപ്പോൾ മാത്രമാണ് പുഷ്കരനെ ആ കടുത്ത നിരാശയുള്ള പുഷ്കരനെ പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീഴ്ത്താമെന്ന് കലിക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് പുഷ്കരൻ്റെ സംഭാഷണങ്ങളെല്ലാം വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, അടുത്ത് നോക്കൂ. പഴുതേ ഞാൻ എന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു, പഴുതേ വെറുതെ. ഞാനെന്തിനാ വെറുതെ നിങ്ങളോട് പല കാര്യങ്ങളും വെറുതെ പറഞ്ഞു? നോക്കൂ, ഇത് പറഞ്ഞതൊന്നും നോക്കൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ എന്തിനാ അതൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന്. എന്നാൽ പിന്നെ ആദ്യം പറയാതിരുന്നാൽ പോരെ, അല്ലേ? അതും വിഡ്ഢിയുടെ ലക്ഷണമാണ്. അപ്പോൾ തികഞ്ഞ വിഡ്ഢിയാണ് ഇദ്ദേഹം എന്നതിൻ്റെ ലക്ഷണമാണത്. ഞാൻ എന്തിനാണ് വെറുതെ നിങ്ങളോട് പല പറഞ്ഞു കേൾപ്പിക്കുന്നത്? നളന് വേറെ കർമ്മം, നമുക്ക് കർമ്മം വേറെ. നളൻ്റെയും എൻ്റെയും കർമ്മങ്ങൾ വേറെ വേറെയാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് നിങ്ങളോട് പലവിധം പറഞ്ഞു കേൾപ്പിക്കുന്നത്? നമ്മെക്കൊണ്ടെന്തുപകാരം നിങ്ങൾക്കെന്തെന്നു വേണ്ടു. ഇതൊക്കെ പോട്ടെ, ഞാനെന്തിനാണ് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ വെറുതെ പറയുന്നത്? തൻ്റെയും നളൻ്റെയും കർമ്മങ്ങൾ വേറെയാണ്. തൻ്റേത് സാധാ മനുഷ്യൻ്റെ കർമ്മമാണെങ്കിൽ നളൻ്റേത് രാജാവിൻ്റെ കർമ്മമാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നത്? എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, മറ്റൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല. മനസ്സിലായ അത്രയും മക്കൾക്ക്?
ഇനി പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുത്. പഴുതേ അല്ലേ, രണ്ട് ഭാഗത്തും പഴുതേ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ഇത് അടിവരയിട്ട പദങ്ങളുടെ അർത്ഥ സാധ്യതകൾ ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ആദ്യത്തെ പറയുന്നത് കേവല അർത്ഥത്തിൽ ഞാൻ എന്തിനാ ഇങ്ങനെ പലവിധ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ള കേവലമായ അർത്ഥമാണെങ്കിൽ, ഇവിടെ പുഷ്കര നീ വെറുതെ നിൻ്റെ ജന്മം കളഞ്ഞു കുളിക്കല്ലേ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുഷ്കര, നീ വെറുതെ നിൻ്റെ ജന്മം കളഞ്ഞു കുളിക്കല്ലേ പുഷ്കര എന്നൊക്കെയുള്ള കുറച്ചും കൂടെ ആഴത്തിലുള്ള അർത്ഥമാണ് പഴുത എന്നത് രണ്ടാമത്തെ വരുമ്പോൾ. ആദ്യത്തേൽ പഴുത എന്ന് പറയുമ്പോൾ വെറുതെ ഞാൻ എന്തിനാണ് ഇത് പറയുന്നു എന്നതാണ്. അതൊന്ന് അർത്ഥ വ്യത്യാസം കുറിക്കാൻ ചോദിക്കും. എൻ്റെ മക്കൾ അതൊന്ന് ഓർത്ത് വെക്കണം. ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ മത്സഹായമുണ്ടെങ്കിലേവനും. നോക്കൂ, പ്രലോഭനത്തിൻ്റെ ആദ്യ അങ്കുരം ഇട്ട് കഴിഞ്ഞു. ആദ്യത്തെ മുട്ട കലി പുഷ്കരന് വെച്ച് നീട്ടി. ഞാനെന്ത് ദുഷ്കരം ബുദ്ധിമുട്ട് നിറഞ്ഞതാ. ബുദ്ധിമുട്ട് നിറഞ്ഞതായിട്ടൊന്നുമില്ല. മത്സഹായമുണ്ടെങ്കിൽ, മത്സഹായം എൻ്റെ സഹായമുണ്ടെങ്കിൽ ഒരാൾക്കും ഒന്നും ബുദ്ധിമുട്ടായി തോന്നില്ല പുഷ്കര. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പ്രലോഭനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രലോഭനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ നളനും നീയും ഭേദമെന്തിവിടെ? നീയും നളനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വ്യത്യാസം. നാട് വാഴുക നളനെ വെന്ന് വിജയിച്ച സമ്പ്രതി ഇപ്പോൾ. അപ്പം എന്താണ്? നീയും നളനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എൻ്റെ പുഷ്കര ഉള്ളത്? നളനെ വിജയിച്ച് നീ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? നാട് വാണുകൊള്ളുക. കാരണം എന്താണ്? രണ്ട് കാരണമാണ്. നീയും നളനും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടാമത്തെ കാരണം എന്താണ്? എൻ്റെ സഹായമുണ്ടെങ്കിൽ ഒരുത്തനും ദുഷ്കരമായിട്ടൊന്നുമില്ല. എൻ്റെ സഹായമുണ്ടെങ്കിൽ ദുഷ്കരമായിട്ടൊന്നുമില്ല എന്നുള്ളത് കൂടി നീ മനസ്സിലാക്കിയോ. അതുകൊണ്ട് നീ എന്ത് ചെയ്തോളൂ? നീ നിരാശ കൈവെടിഞ്ഞ് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ പുഷ്കരൻ്റെ നിരാശ ആര് മുതലെടുക്കാൻ ശ്രമിക്കുന്നു? കലി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഇവിടെ എന്താണ്, എങ്ങനെയൊക്കെയാണ് പ്രലോഭിപ്പിക്കുന്നത്? നീ നളനും തമ്മിൽ വ്യത്യാസമില്ലടോ, നിനക്ക് എൻ്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യവുമില്ലടോ, അതുകൊണ്ട് നീ എന്ത് ചെയ്തോളൂ? എന്താ ചെയ്യേണ്ടത്? നീ നിരാശപ്പെടാതെ ആത്മവിശ്വാസത്തോടു കൂടി നിന്നോളൂ. ഇനി ശേഷം ഇദ്ദേഹം പറയുന്നത് എന്താണ്? നേരെ നിന്നോടോ ഞാൻ പുനരാരെന്ന് പറയാം. ഞാൻ നിന്നോട് നേരിട്ട് പറയാണ്. ഞാൻ ആരാണെന്നുള്ള കാര്യം നിന്നോട് പറയാൻ പോവുകയാണ്. പാരിൽ എന്നെ അറിയാത്തവരാര്? ഭൂമിയിൽ എന്നെ അറിയാത്തവരാരാണുള്ളത്? വൈരസേനയ്ക്കിഹ ഞാൻ കലി. ശത്രു വൈരസേനി വീരസേനൻ്റെ പുത്രൻ. അതായത് ആരാണ്? നളനും പുഷ്കരനും ആരെന്നെയാ? വീരസേനൻ്റെ മകൻ തന്നെയാ. അപ്പോൾ വൈരസേനി എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ആരെയാ? നളനെയാ. അപ്പോൾ ഞാൻ നളൻ്റെ ശത്രുവാണ്, എൻ്റെ പേര് കലി എന്നാണ്. അപ്പോൾ നിന്നോട് ഞാനിതാ മോനെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിന്നോട് നേരിട്ട് പറയാണ്, ഈ ഭൂമിയിൽ എന്നെ അറിയാത്തവരാരുമില്ല. ഞാൻ വീരസേന പുത്രനായ നളൻ്റെ ശത്രുവാണ്, എൻ്റെ പേര് കലി എന്നാണ്. നളനും നീയും. പിന്നെയോ തവ ഞാൻ മിത്രം. തവ നിൻ്റെ മിത്രമാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ചൊല്ല് നമുക്കറിയാം. ശത്രുവിൻ്റെ ശത്രു മിത്രം, അല്ലേ? ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. പുഷ്കരൻ നളൻ്റെ ശത്രുവാണ്, കലിയും നളൻ്റെ ശത്രുവാണ്. പക്ഷേ അപ്പോൾ ശത്രുവും ഒന്നിക്കുമ്പോൾ മിത്രങ്ങളാകും. കാരണം അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു ശത്രുവാണ് ഉള്ളത്, അല്ലേ? അതാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത്. ആ നിയമപ്രകാരം നീ എൻ്റെ മിത്രമാണ്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നളൻ എന്തെങ്കിലും ഒരു ദ്രോഹം കലിയോട് ചെയ്തിട്ടുണ്ടോ? തൻ്റെ സ്വാർത്ഥത നടക്കാത്തതിൽ മറ്റുള്ളവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് കലി എന്ന് പറയുന്നത്. തനിക്ക് കിട്ടാത്ത മറ്റുള്ളവനും കിട്ടരുത്. അങ്ങനെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവനെ വേരോടെ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയുടെ
കുടില ചിന്തയുടെ ദുഷ്ടമനോഭാവത്തിൻ്റെ പ്രതിബിംബമാണ്, പ്രതിരൂപമാണ് ആര്? കലി എന്ന് പറയുന്ന കഥാപാത്രം. അതുകൊണ്ടാണ് ഇവിടെ വീരസേനൻ്റെ പുത്രനായ നളൻ്റെ ശത്രുവാണ് ഞാനെന്ന് പറയാൻ കാരണം നളനും പുഷ്കരനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അല്ലേ? എന്നിട്ടും പറയുകയാണ് ഞാൻ നളൻ്റെ ശത്രുവാണ്, ഞാൻ നിൻ്റെ മിത്രവുമാണ്. തസ്യ നാട് ഞാൻ, തസ്യ അവൻ്റെ നാട് ഞാൻ തേ നിനക്ക്, അവൻ്റെ നാടാ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ചൂത് പോരുക, ചൂത് കളിക്കാൻ അവനെ വിളിച്ച് നീയും പോന്നോളൂ. അവനോടൊപ്പം ചൂത് കളിച്ച് നീ അവൻ്റെ രാജ്യമൊക്കെ സ്വന്തമാക്കിക്കോ, കാരണം നിൻ്റെ കൂടെ ഞാനുണ്ട്. അവൻ്റെ നാടും സർവ്വധാന്യങ്ങളും ധനവും ധാന്യവും എല്ലാം ഞാൻ നിനക്ക് വാങ്ങിത്തരാം. അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? അവനെ ചൂത് കളിക്കാൻ വിളിക്കുക മാത്രമാണ് നീ ചെയ്യേണ്ടത്. ഇനിയോ നിൽക്കമതീയമതേ വിജയം നിശ്ചിതമേ എന്താണ്? നിശ്ചിതമാമിഹത്തെ നിനക്ക് എന്താണ്? നിൽക്കമതീയമതേ എന്താണ്? ബുദ്ധിയുള്ളവനെ, അതായത് അതീയ ബുദ്ധിയുള്ളവനെ വിജയം നിശ്ചിതമാമിഹ നിനക്ക് വിജയം നിശ്ചിതമാണ്. നീ നിൽക്ക്. നീ എങ്ങനെ കിട്ടും രാജ്യം, എന്താവും, ചൂതിൽ ഞാൻ തോൽക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ടല്ലോ. നീ നിശ്ചയമായും വിജയിക്കും. വിക്രയമില്ലെന്നാകിലെന്തോ ഇനി പകരം പണയം വെക്കാൻ പകരം, അതായത് എന്തെങ്കിലും ഒന്ന് പണയം വെക്കണ്ടേ? ആ പണയം വെക്കാൻ എന്നുമില്ലെന്നോർത്ത് നീ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? എന്നെ വെക്ക ചൂതനായി എന്നെ പണയം, എന്നെ എല്ലാ രാജ്യങ്ങളും ഒരുപാട് രാജ്യവും സൈന്യവും ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ പണയം വെച്ചുകൊണ്ടാ നീ എന്ത് ചെയ്യണം? അവനെ ചൂതിന് വിളിക്കണം. അപ്പോൾ അവനും പണയം വെക്കും, രാജ്യവും സൈന്യവും എല്ലാം പണയം വെക്കും. അങ്ങനെ അവൻ തോൽക്കുകയും ആ സൈന്യവും എല്ലാം നിൻ്റേതായി മാറുകയും ചെയ്യും. പിന്നെയോ ധനവും ധാന്യവും നാടുമൊക്കെയും കൈക്കലാക്കി അവനെ വിടുക വനഭൂമി. ധനവും ധാന്യവുമെല്ലാം അവനിൽ നിന്നും കൈപ്പറ്റിയിട്ട് നീ അവനെ വനഭൂമിയിലേക്ക് വിട്ടേക്കുക. നീ വനഭൂമിയിലേക്ക് വിട്ടേക്കുക. ഇതാണ് മക്കളെ പ്രലോഭനം എന്ന് പറയുന്ന കവിതയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ കലി എന്ന കഥാപാത്രത്തെ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കണം. ദുഷ്ടശക്തിയാണ്. തനിക്ക് നേടാത്തത് മറ്റുള്ളവനും നേടരുത് എന്ന കണിശ ബുദ്ധിയുള്ളവനാണ്. എന്താണ്? ചീത്ത ചിന്തയുള്ളവനാണ് ആര്? കലി എന്ന് പറയുന്ന കഥാപാത്രം അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താണ്? വിഡ്ഢിയെപ്പോലും പ്രലോഭനങ്ങളിൽ വീഴ്ത്തി ചതിയിൽ വീഴ്ത്താൻ കെൽപ്പുള്ള ചതിയനായ കഥാപാത്രം കൂടിയാണ് കലി എന്നുള്ളത് ഈ കൂട്ടത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. പുഷ്കരൻ എന്ന് പറയുന്നത് വിഡ്ഢിയാണ്. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് അല്ലേ? അങ്ങനെ ചില പുഷ്കരന്മാർ നമ്മുടെ ജീവിതത്തിലുമില്ലേ? അങ്ങനെയുള്ള ചില പുഷ്കരന്മാർ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറില്ലേ? ഇല്ലേ? മറ്റുള്ളവർ മുഴുവൻ പറയുന്നത് കേട്ടുകൊണ്ട് അവർ എല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും എവിടെ ചെന്നാൽ അവസാനിക്കുക? അവരുടെ ജീവിതം നാശത്തിലേക്ക് ചെന്നിട്ടാണ് അവസാനിക്കുക. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ആരെന്ത് പറഞ്ഞാലും അവൻ അത് വിശ്വസിക്കും. അങ്ങനെ അവൻ എന്താണ് ഒരുവൻ്റെ ശത്രുവായ ഒരുവനെ ഇവന് തല്ലാൻ പറ്റിയില്ല. അതായത് എനിക്കൊരു ശത്രുവുണ്ട്, അവൻ എന്നെ ഒരിക്കൽ തല്ലി, തിരിച്ചെനിക്ക് അവനെ തല്ലാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്തതെന്നറിയവൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവനെ അവനെക്കുറിച്ചുള്ള കുറ്റം പറയുകയും അവൻ പോയി മറ്റവനെ അടിക്കുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വിഡ്ഢികളെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നവൻ പലപ്പോഴും നാശത്തിലേക്കാണ് പോവുക. അതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് പുഷ്കരൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇനി നമുക്ക് പാഠഭാഗങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നളചരിതത്തെക്കുറിച്ച് എന്താണ് കഥകളി എന്നതിനെക്കുറിച്ചുള്ള ചെറിയ സൂചന സാറ് പറയുകയാണ്. കഥകളി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കഥകളിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരി രാജാവുണ്ട്. ഈ രാജാവിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു നൃത്ത സംഘമാണ് കൃഷ്ണനാട്ടം സംഘം എന്ന് പറയുന്നത്. കൃഷ്ണനാട്ടം എന്ന കലാരൂപം സാമൂതിരി കോഴിക്കോടിൻ്റെ കലാരൂപമായി വളർത്തിയെടുത്ത് ചിട്ടപ്പെടുത്തിയ ഒന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ കോട്ടയം രാജാവ് ഒരിക്കൽ എന്ത് ചെയ്തു?
കോട്ടയം രാജാവ് സാമൂതിരിയോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ കൃഷ്ണനാട്ടം ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ കളിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ സാമൂതിരി കുറച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു, കൃഷ്ണനാട്ടം ആസ്വദിക്കാനുള്ള ബുദ്ധിയുള്ളവർ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ദുഃഖിതനും കുപിതനുമൊക്കെ ആയ കോട്ടയം രാജാവ് ചിട്ടപ്പെടുത്തിയ സമാന രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് രാമനാട്ടം. കൃഷ്ണനാട്ടത്തിന് പകരമായി രാമനാട്ടം. ആ രാമനാട്ടമാണ് പിന്നീട് എന്ത് ചെയ്തത്, കഥകളിയായി പരിണമിച്ചത് കേട്ടോ. അതൊക്കെ ഒന്ന് കഥകളിയുടെ ഒരു ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇനി കഥകളിയിലെ വേഷങ്ങളുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക, പഴുപ്പ്, ഇങ്ങനെ 6 വേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ പച്ചനായകനാണ്, കത്തി കരിയും ദുഷ്ടകഥാപാത്രങ്ങൾക്കാണ്, താടി സന്യാസിമാർക്കും അതുപോലെ തന്നെ മറ്റ് ചില കഥാപാത്രങ്ങൾക്കുമാണ്, മിനുക്ക് നായികയ്ക്ക് വേണ്ടിയാണ്, പച്ച നായകനും മിനുക്ക് നായികയ്ക്ക് വേണ്ടിയുമാണ്. പഴുപ്പെന്ന് പറയുന്നത് ഹംസം, ഹനുമാൻ തുടങ്ങിയുള്ള ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ള ചുരുക്കം ചില ആളുകൾക്കുള്ള വേഷത്തിൻ്റെ പേരാണ് പഴുപ്പ്. ഇങ്ങനെ 6 വേഷങ്ങളാണ് നമുക്കുള്ളത്. കത്തി തന്നെ കുറുങ്കത്തി, നെടുങ്കത്തി എന്നും, താടിയിൽ തന്നെ അങ്ങനെ ഓരോന്നിനും സബ് ഡിവിഷനുകളൊക്കെ ഉണ്ട് കേട്ടോ കഥകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നളചരിതം ആട്ടക്കഥയിലെ 2ാം ദിവസത്തെ ഉണ്ണായി വാര്യർ പറഞ്ഞ കഥ. 18ാം നൂറ്റാണ്ടിലാണ് ഉണ്ണായി വാര്യർ ജനിച്ചത്. ആട്ടക്കഥകളുടെ ഏറ്റവും ജനകീയമായ ആട്ടക്കഥയുടെ പേരിൽ തന്നെയാണ് ഉണ്ണായി വാര്യർ അറിയപ്പെടുന്നത്. നളചരിതം ആട്ടക്കഥയാണ്. 4 ദിവസം കൊണ്ട് ആടിത്തീർക്കാവുന്ന രൂപത്തിലാണ് ഇവ രചിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ കാണണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ കുറവാണ്. നല്ല കമൻറ്റുകളൊക്കെ പറയുമ്പോൾ സാറിന് വീണ്ടും എടുക്കാനുള്ള ഒരു പ്രചോദനമാണ്. എൻ്റെ മക്കളല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളോടല്ലേ നമ്മൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയേണ്ടത്. നിങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ് മക്കളെ.